റെസ്പിറേറ്ററി സിസ്റ്റം. എന്തായിരിക്കും റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം എടുക്കുന്നത് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിനെയാണ് എന്ത് പറയുന്നത്? റെസ്പിറേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദി ബോഡീസ് ബ്രീത്തിങ് അപ്പാരാറ്റസ്. ഓക്കെ, ബ്രീത്തിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫിൽറ്ററിങ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓക്സിജൻ, അതൊക്കെയാണ് എന്ത്? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, അതൊക്കെയാണ് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പോണൻ്റ് എന്തായിരിക്കും? നമ്മുടെ കാർഡിയോ റെഗുലേഷൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്തായിരുന്നു? കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പോണൻ്റ് എന്തായിരിക്കും? ലങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്നത് മെയിൻ കമ്പോണൻ്റ് എന്നാണ്? ലങ്സ് ആണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ഇതെങ്ങനെയാന്ന് പറഞ്ഞു? 4 ചേമ്പറാണുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലങ്സിനും റൈറ്റും ലെഫ്റ്റും ഉണ്ട്. 2 പാർട്ടുണ്ട് ലങ്സിനും. പക്ഷേ ഹാർട്ടിന് ചേമ്പേഴ്സ് ഉള്ളതുപോലെ ലങ്സിനുള്ളത് എന്താണ്? ലോബ്സ് ആണ്. ഓക്കെ, ലോബ്സ് ആണ് ലങ്സിൽ ഉള്ളത്. നമ്മൾ കമ്പാരിറ്റീവ്ലി ലെഫ്റ്റ് ലങ്സ് ചെറുതായിരിക്കും. ഓക്കെ, റൈറ്റ് ലങ്സിനെക്കാളും ലെഫ്റ്റ് ലങ്സ് ചെറുതായിരിക്കും. അപ്പോൾ ഇതിൽ ലോബ്സ് ആണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ ലോബ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് 2 ലോബ്സും റൈറ്റ് സൈഡ് 3 ലോബ്സും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലെഫ്റ്റ് ലങ്സ് ഈ സ്മോളർ ദാൻ റൈറ്റ് ലങ്സ്. ലെഫ്റ്റ് സൈഡിലുള്ള ലങ്സ് റൈറ്റ് സൈഡ് ലങ്സിനെക്കാളും ചെറുതായിരിക്കും. എന്നു പറഞ്ഞാൽ ലെഫ്റ്റ് ലങ്സിന് 2 ലോബ്സേ ഉള്ളൂ, റൈറ്റ് ലങ്സിന് 3 ലോബ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഈ ലങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അന്ന് കാർഡിയോ റെഗുലേഷൻ ക്ലാസ്സിലും പറഞ്ഞു തന്നിരുന്നു. ലങ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ പോർസ് ഉണ്ട്. ആ പോർസ് എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ആൽവിയോലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്മൂത്ത് മസിൽസും എലാസ്റ്റിക് മസിൽസൊക്കെ ഉണ്ടാക്കിയതാണ് എന്തോന്ന്? ലങ്സ്. ഓക്കെ, ഇത് കണ്ട ആൽവിയോലർ ക്യാപ്പിലറി നെറ്റ്വർക്ക്, ഇതാണ് ആൽവിയോല എന്ന് പറയുന്നത്. ആ സ്പോഞ്ച് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നല്ലോ, ആ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ആ ഒരു പോർസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയഗ്രാമിലൂടെ ആ ഒരു ഇതാണ്ട് ഈ പോർസിനെയാണ് ഈ ഒരു ഡയഗ്രാമിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. ആ പോർസിനെയാണ് ആൽവിയോല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ മെയിൻ കമ്പോണൻ്റാണ് ലങ്സ് എന്ന് പറഞ്ഞു തന്നത്. പക്ഷേ നമ്മുടെ ഹാർട്ടിൽ ഒരുപാട് കമ്പോണൻസ് ഉള്ളതുപോലെ ലങ്സിനും ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ല, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്, ലങ്സിനല്ല, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് അല്ലെങ്കിൽ ഈ ഒരു പാത്ത് വേ, ഈ നമ്മൾ ശ്വാസം എടുക്കുന്ന ആ ഒരു പാത്ത് വേനെ നമുക്ക് എങ്ങനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം എന്നും, അപ്പോൾ രണ്ടാമത്തത് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം എന്നും. ഓക്കെ, 2 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം, ഫസ്റ്റ് നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ ഏതിലേക്കൂടെയാണ് എടുക്കുന്നത്? നോസ്. ഓക്കെ, മെയിൻലി നോസിലൂടെയാണ് നമ്മുടെ ശ്വാസം എടുക്കാനുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നല്ല രീതിയിൽ തളരുമ്പോഴൊക്കെ വായിലൂടെ ശ്വാസം എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മുടെ നോസിലൂടെയാണ് ഓക്സിജൻ നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോസിലൂടെ ഓക്സിജൻ മാത്രമായിട്ട് നോക്കിയിട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. നോസിലൂടെ എയർ വലിച്ചെടുത്തിട്ട് പിന്നെ അത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ നോസിലൂടെ എടുക്കുന്ന എയർ നേരെ ഫാരിങ്സിലാണ് പോകുന്നത്. ഓക്കെ, ഫാരിങ്സിലാണ് പോകുന്നത്. ഫാരിങ്സ് ചെയ്യുന്ന പിന്നെ ഈ എയർ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് ഈ അപ്പർ പാർട്ട് ഓഫ് ലാരിങ്സ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു പോർഷനാണ് ഇതെല്ലാം. ഈ ട്രക്കിയയ്ക്ക് മുകളിലായിട്ടുള്ള ഈ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ലാരിങ്സിലാണ് നേരെ ഫാരിങ്സിൽ നിന്നുള്ള എയർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പാത്ത് വേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്തോന്ന്? അപ്പർ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി അത് കഴിഞ്ഞ് അപ്പർ പാർട്ട് ഓഫ് ലാരിങ്സിൽ നിന്ന് നേരെ എങ്ങോട്ടായിരിക്കും ഓക്സിജൻ പോകുന്നത്?
ലോവർ പാർട്ട് ഓഫ് ലാരിങ്സിലോട്ടാണ് പോകുന്നത്. ലോവർ പാർട്ട് ഓഫ് ലാരിങ്സിൽ നിന്നാണ് നേരെ ഈ എയർ എങ്ങോട്ട് പോകുന്നത്? ട്രക്കിയയിലോട്ട് പോകുന്നത്. ട്രക്കിയയുടെ മറ്റൊരു പേരാണ് വിൻഡ് പൈപ്പ്. ഓക്കെ, ഈ ലോവർ പാർട്ട് ഓഫ് ലാരിങ്സിൽ നിന്ന് നേരെ പോകുന്ന ആ ഒരു പോർഷനാണ് എന്തോന്നുന്നത്? ഈ ഒരു ഇത് ട്രക്കിയ. ട്രക്കിയയിലോട്ടാണ് നേരെ ഈ ഓക്സിജൻ ചെല്ലുന്നത്. ഈ ട്രക്കിയയിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കി. എന്നുവെച്ചാൽ ഈ ട്രക്കിയയ്ക്കും നമ്മുടെ ലങ്സിനും ഇടയ്ക്കുള്ള ആ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കി. അവിടെ നിന്നാണ് നമ്മുടെ ലങ്സിലോട്ട് ഈ എയർ അല്ലെങ്കിൽ ലങ്സിലുള്ള ഈ ആൽവിയോലൈസ് അല്ലെങ്കിൽ ഈ സ്മോളർ സാക്സിലോട്ട് ഈ ഗ്യാഷ്യസ് ഫോം എത്തിച്ചേരുന്നത്. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, ഈ ഈ കാർബൺ ഡൈ ഓക്സൈഡും അതർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഈ ഓക്സിജനെ എന്ത് ചെയ്യുന്നത്? അതർ ഗ്യാസിനെ ഓക്സിജനേറ്റഡ് ആയിട്ട് പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഈ ലോവർ പാർട്ട് ഓഫ് ലാരിങ്സ്, അതുപോലെ ട്രക്കിയ, ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കി അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇതിനെയാണ് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആ ഒരു പാത്ത് വേ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കാർഡിയോ റെഗുലേഷനിൽ അല്ലെങ്കിൽ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസിൽ കുറച്ച് ടേംസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷൻ ഫിസിയോളജിയിലും കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടേമാണ് എന്തോന്ന്? അതിലൊന്നാമത്തെ ടേമാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വെന്റിലേഷൻ? ബ്രീത്ത് ഇൻ ചെയ്ത് ഒരു പ്രാവശ്യം ബ്രീത്ത് ഇൻ ചെയ്ത് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ഒരു പ്രാവശ്യം ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനാണ് എന്ത് പറയുന്നത്? വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം എന്താണ്? റെസ്പിറേഷൻ റേറ്റ്. ഓക്കെ, നമ്മുടെ ഒരു മിനിറ്റിൽ എത്രത്തോളം പ്രാവശ്യമാണ് നമ്പർ ഓഫ് ബ്രീത്ത്. ഓക്കെ, ഒരു മിനിറ്റിൽ എത്രത്തോളം പ്രാവശ്യമാണ് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റിലുള്ള ആ ഒരു വെന്റിലേഷൻ, ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? റെസ്പിറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവറേജ് കണക്ക് പറയാനാണെങ്കിൽ 12 to 16 ബ്രീത്ത്സ് പെർ മിനിറ്റ്. ഓക്കെ, 12 to 16 ബ്രീത്ത് പെർ മിനിറ്റ് ആണ് നമ്മുടെ റെസ്പിറേഷൻ റേറ്റിൻ്റെ ഒരു ആവറേജ് വാല്യൂ പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ടേമാണ് എന്തോന്ന്? ടൈഡൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം? ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് ഇൻ വൺ ബ്രീത്ത്. ഓക്കെ, ആ ഒരു വോളിയത്തിനെയാണ് പറയുന്നത്. എത്ര എമൗണ്ട് ഓഫ് ആ ഒരു വോളിയം, എത്ര വോളിയം ഓഫ് എയർ ആണ് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നത് ഒരു പ്രാവശ്യം ബ്രീത്ത് എടുക്കുമ്പോൾ, ആ ഒരു വോളിയത്തിനെയാണ് എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ പറയുകയാണെങ്കിൽ 500 ml ആണ് പറയുന്നത്. ഓക്കെ, ഒരു റിലാക്സ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ 500 ml ആണ് പറയുന്നത്. ഇനി അടുത്ത പറയുന്ന ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടേം. അടുത്ത ടേമാണ് എന്ത്? മിനിറ്റ് വെന്റിലേഷൻ. മിനിറ്റ് വെന്റിലേഷൻ എന്തായിരിക്കും? ടൈഡൽ വോളിയം ഒരു ബ്രീത്തിൽ എത്ര വോളിയം ഓഫ് എയർ ആണ് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നത്. നമ്മുടെ മിനിറ്റ് വെന്റിലേഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ വോളിയം ഓഫ് എയർ. ഓക്കെ, എത്ര വോളിയം ഓഫ് എയർ ആണ് ഇൻഹെയിൽ ചെയ്ത് ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ്, ഇൻഹെയിൽ എക്സ്ഹെയിലിനെയാണ് അത് പറയുന്നത്. ഇൻഹെയിൽഡ് എക്സ്ഹെയിൽ ചെയ്യുന്നത് ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് വോളിയം ഓഫ് എയർ ആണ് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ 6 ലിറ്റർ പെർ മിനിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെന്റിലേഷൻ്റെയും ടൈഡൽ വോളിയത്തിൻ്റെയും ഡിഫറൻസ് എന്താണ്? ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകും. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്ത് ഇൻ ഒരു ബ്രീത്ത് ഔട്ട്, ആ ഒരു പ്രോസസ്സിനെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു വോളിയം, എത്ര വോളിയം ഓഫ് എയർ ആണ് ഒരു ബ്രീത്തിന് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ടൈഡൽ വോളിയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര നമ്പർ ഓഫ് ബ്രീത്താണ് ഒരു മിനിറ്റിൽ എടുത്തത്. പക്ഷേ മിനിറ്റ് വെന്റിലേഷനിൽ എന്താണ് പറയുന്നത്? എത്ര വോളിയം ഓഫ് എയർ ആണ് ആ ഒരു മിനിറ്റിൽ നമ്മൾ യൂസ് ചെയ്തത്, അതിനെയാണ്, ആ ഒരു വോളിയത്തിനെയാണ് മിനിറ്റ് വെന്റിലേഷനിലും പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു നമ്പർ, ആ ഒരു എണ്ണത്തിനെയാണ് എന്തിൽ പറയുന്നത്? റെസ്പിറേഷൻ റേറ്റിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തിരിഞ്ഞു പോകല്, ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ മിനിറ്റ് വെന്റിലേഷനും അതുപോലെ റെസ്പിറേഷൻ റേറ്റും. റെസ്പിറേഷൻ റേറ്റിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു. റെസ്പിറേഷൻ റേറ്റിൽ നമ്പർ ഓഫ് ബ്രീത്ത്സിലാണ് പറയുന്നത്. പക്ഷേ മിനിറ്റ് വെന്റിലേഷൻ എന്താണ് പറയുന്നത്? ടോട്ടൽ വോളിയം. ആ ഒരു ടോട്ടൽ വോളിയത്തിനെയാണ് മിനിറ്റ് വെന്റിലേഷനിൽ പറയുന്നത്. ഓക്കെ, അതാണ് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടേംസ്. ഇനി ക്രോണിക് അഡാപ്റ്റേഷൻ ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എക്സസൈസിലൂടെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രോങ്ങർ ആവുന്നത് അല്ലേ? ക്രോണിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്? സ്ട്രോങ്ങർ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമൊക്കെ നല്ല രീതിയിലുള്ള കാർഡിയോ റെസ്പിറേറ്ററി കാർഡിയോ എൻഡ്യൂറൻസ് ആക്ടിവിറ്റി, നല്ല രീതിയിലുള്ള കാർഡിയോ എൻഡ്യൂറൻസ് ഫിറ്റ്നസ് ആക്ടിവിറ്റിയിലൂടെ ഏതൊക്കെ രീതിയിലാണ് അത് സ്ട്രോങ്ങർ മാറ്റം സംഭവിക്കുന്നത്? ഓക്കെ, ചേഞ്ച്. ക്രോണിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് സംഭവിക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്കത് ബെനിഫിഷ്യൽ ആവുന്നത്? നല്ല രീതിയിലുള്ള കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ടും പറയാം. എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് പറയാം? നമ്മുടെ റെസ്പിറേറ്ററി മസിൽ ഗെറ്റ്സ് ഫിറ്റർ ആൻഡ് സ്ട്രോങ്ങർ. ഓക്കെ, നമ്മുടെ ഈ റെസ്പിറേറ്ററിയിൽ വരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മസിൽ ഗ്രൂപ്പ്സ് ഇതിലുണ്ട്. ഈ മസിൽസ് എല്ലാം സ്ട്രോങ്ങറും ഫിറ്ററും ആവും. ഓക്കെ, ഈ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ആവും. നമ്മുടെ റെസ്പിറേറ്ററി മസിൽസ് എല്ലാം കൂടുതൽ സ്ട്രെങ്തൻ ആവും നമ്മുടെ നല്ല രീതിയിലുള്ള കാർഡിയോ എൻഡ്യൂറൻസ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ. പിന്നെ എന്താണ് വേറെ ചേഞ്ച് പറയാൻ? നമ്മുടെ ലങ് വോളിയം അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റി, ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു കാർഡിയോ എൻഡ്യൂറൻസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സ്ട്രെങ്തൻ ആവും തോറും നമ്മുടെ ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും. പിന്നെ എന്ത് പറയാം? ഇത് ഇൻക്രീസ് ആവുന്നതോടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ നല്ല രീതിയിലുള്ള കാർഡിയോ റെഗുലേഷൻ അല്ലെങ്കിൽ കാർഡിയോ എൻഡ്യൂറൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ലങ്സിലോട്ടുള്ളയൊക്കെ ബ്ലഡ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ ബ്ലഡ് ഫ്ലോസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോബ്സ് അതിൻ്റെയൊക്കെ അതിലോട്ടുള്ള ബ്ലഡ് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്ലഡിലൂടെയാണ് എനർജി അതൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോഴത്തേക്കും അതെന്ത് ആവും? സ്ട്രെങ്തൻ ആവും. ഓക്കെ, പിന്നെ എന്ത് പറയുന്നു? ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ആൽവിയോലൈ. അതിനെ നമുക്ക് നിയോ കാപ്പിലറൈസേഷൻ എന്നും പറയാം. എന്താണ് നിയോ കാപ്പിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആൽവിയോലൈസൊക്കെ ചെറിയ സാക്സ് ആണെന്ന് പറഞ്ഞു തന്നു. പക്ഷേ ഈ സാക്സ് ഒന്നും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. ഏതാണ്ട് 300 മില്യൺ സാക്സ് ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 100 മില്യണൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ യൂസ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സബ് മാക്സിമൽ അല്ലെങ്കിൽ ഈ കൂടുതൽ സാക്സൊക്കെ നമുക്ക് നല്ലൊരു എൻഡ്യൂറൻസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ സാക്സൊക്കെ ഓപ്പൺ ആവും. ഓക്കെ, അതിനാണ് നമ്മൾ നല്ല രീതിയിലുള്ള എൻഡ്യൂറൻസ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ പറയുന്നത്. ഈ നമ്മുടെ യൂസ്ലെസ് ആയിരിക്കുന്ന ഈ ആൽവിയോലൈസ് അല്ലെങ്കിൽ എയർ സാക്സ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നിയോ കാപ്പിലറൈസേഷൻ എന്നും പറയുന്നത്. ഓക്കെ, അതിനാണ് ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് ആൽവിയോളൈ. ഈ ആൽവിയോളൈസൊക്കെ യൂസ്ലെസ് ആയിരിക്കുന്ന ആൽവിയോളൈസ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ്, വേറെയും ഫങ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, എന്തൊക്കെ പറയാം? റെസ്പിറേറ്ററി മസിൽസ് സ്ട്രോങ്ങർ ആവും, സ്ട്രെങ്തൻ ആവും. അതിലൂടെ ഇൻക്രീസ് ലങ് കപ്പാസിറ്റി, ലങ് ബ്രീത്തിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ എയർ എത്തിച്ചേരുമ്പോൾ ബ്ലഡ് ഫ്ലോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ബ്ലഡിലൂടെ നല്ല രീതിയിലുള്ള എനർജിയൊക്കെ നമ്മുടെ ഈ മസിൽസിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതിലൂടെ തന്നെ നമ്മുടെ നല്ലൊരു എൻഡ്യൂറൻസ്, കാർഡിയോ എൻഡ്യൂറൻസ് ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ ആൽവിയോലൈസൊക്കെ യൂസ്ലെസ് ആയിരിക്കുന്ന, ഉപയോഗശൂന്യമായിരിക്കുന്ന ആൽവിയോലൈസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും ക്രോണിക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എക്സസൈസിലൂടെ ഉണ്ടാകുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസിനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ സിസ്റ്റം പറഞ്ഞു? കാർഡിയോവാസ്കുലർ സിസ്റ്റം പറഞ്ഞു, പിന്നെ ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റവും പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. എന്താണ് ഈ നെർവ്സ്? ഈ നെർവ്സ് എന്താണ്? ഈ നെർവ് എന്തിനാണ് സഹായിക്കുന്നത്? ഈ നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിലുള്ള ബോഡിയിൽ നിന്ന് ബ്രെയിനിലോട്ടും അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് ബോഡിയിലോട്ടും ഒരുപാട് രീതിയിലുള്ള ഈ മെസ്സേജസ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഈ നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂറോൺസിൻ്റെയും അല്ലെങ്കിൽ നെർവ്സ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് നെർവ്സ്, ഈ നെർവ്സിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നത്? ബോഡിയിൽ നിന്ന് ബ്രെയിനിലോട്ടും മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് ബോഡിയിലോട്ടും പലതരത്തിലുള്ള മെസ്സേജസ് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്തിനാണ് എത്തിച്ചു കൊടുക്കുന്നത്?
നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ബോഡി ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഈ നെർവ്സിൻ്റെ സഹായത്തിലൂടെയാണ്. ഓക്കെ, ഈ നെർവ്സിൻ്റെ കൂടെയാണ് നമ്മുടെ ബ്രെയിന് ഈ നമ്മുടെ ഈ ബോഡി മസിൽസ് അല്ലെങ്കിൽ ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റും അതുപോലത്തുള്ള ബാക്കി ആക്ടിവിറ്റീസ്, ബോഡിയുടെ മസിൽ ആക്ടിവിറ്റീസൊക്കെ കൺട്രോള് ചെയ്യുന്നത്. ഈ നെർവ്സിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ, നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് 2 രീതിയിൽ ആദ്യം ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ട്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും നമുക്ക് ചെയ്യാം? 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിൽ വരുന്നതാണ് നമ്മുടെ ഈ ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം, CNS ഉം PNS എന്നും പറയാം. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് മോട്ടോർ നെർവ്സും സെൻസറി നെർവ്സും. ഓക്കെ, ഈ മോട്ടോർ നെർവസിനെ എഗെയിൻ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്ത സൊമാറ്റിക് എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നും നമുക്ക് പറയാം. ഓക്കെ, സ്കെൽറ്റൽ മസിൽസിനെ അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള സ്കെൽറ്റൽ മസിൽസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വോളണ്ടറി ആയിട്ട് നമ്മുടെ അറിവോടുകൂടി തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഓട്ടോണോമിക് എന്ന് പറയുമ്പോഴേ അറിയാം, ഇൻവോളണ്ടറി. ഓക്കെ, നമ്മുടെ കൺട്രോളിലല്ലാതെ ഓർഗൻസിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ മസിൽസും ബാക്കി കാര്യങ്ങളും നമ്മുടെ അറിവോടുകൂടി, വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവോടുകൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ഇൻവോളണ്ടറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർഗൻസും അതുപോലെ ഗ്ലാൻഡ്സൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റേർണൽ ഓർഗൻസൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിനെയാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്ത സിമ്പത്തറ്റിക് എന്നും പാരാസിമ്പത്തറ്റിക് എന്നും നമുക്ക് പറയാം. ഓക്കെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും എഗെയിൻ നമുക്ക് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് മെയിനായിട്ട് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, CNS എന്നും PNS എന്നും. എന്താണ് CNS? സെൻട്രൽ നെർവസ് സിസ്റ്റം. അതാണ് നമ്മുടെ ബോഡിയിലെ മെയിൻ കമ്പോണൻറ്റ്, നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. അതാണ് ബ്രെയിനും സ്പൈനൽ കോഡും അതിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് നമുക്ക് മോട്ടോർ നെർവ്സ് എന്നും സെൻസറി നെർവ് എന്നും നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഞാൻ പറഞ്ഞു തന്നു. എന്താണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം? സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന് നമുക്ക് നമ്മുടെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്രെയിനിലോട്ട് എത്തിക്കുന്ന മെസ്സേജസിനെയാണ് എന്തിൽ പറയുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന മെസ്സേജസ് അല്ലെങ്കിൽ സെൻസസിന് ആ കാര്യങ്ങളിനെ നമ്മുടെ ബ്രെയിനിൽ ആ മെസ്സേജസിനെ ബ്രെയിനിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, അതിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലുള്ള മെസ്സേജസ് എത്തിക്കുന്ന റിസപ്റ്റേഴ്സിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ട്? പ്രോപ്രിയോസെപ്റ്റേഴ്സ് എന്നും എക്സ്റ്റീരിയോസെപ്റ്റേഴ്സ് എന്നും ഇൻറ്റീരിയോസെപ്റ്റേഴ്സ് എന്നും. ഓക്കെ, നമുക്ക് വലിയ രീതിയിൽ ഡിഫൈൻ ചെയ്ത് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം എന്താണ് പ്രോപ്രിയോസെപ്റ്റേഴ്സ് എന്ന്. ഈ പ്രോപ്രിയോസെപ്റ്റേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞു തരാം. ഓക്കെ, പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയാനാണെങ്കിൽ ബോഡീസ് പൊസിഷൻ ഇൻ സ്പേസ്. ഓക്കെ, നമ്മുടെ ബോഡിയുടെ ആ ഒരു പൊസിഷൻ. നമ്മൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കാർ ഓടിക്കാൻ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യും? ഗിയർ എവിടെയാണ് ഇരിക്കുന്നത്, ബ്രേക്ക് എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ ക്ലച്ച്, ആക്സിലേറ്റർ, ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ നോക്കിയാണ് ഓട്ടിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും കാർ ഓട്ടിക്കുന്നത്? ഇതൊക്കെ നോക്കിയാണോ ഓട്ടിക്കുന്നത്? അല്ല, അയാൾക്ക് ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം അയാൾക്കുണ്ടായിരിക്കും. ആ ഒരു ബോധത്തിനെയാണ് എന്ത് പറയുന്നത്? ബോഡീസ് പൊസിഷൻ ഇൻ സ്പേസ്. ആ ഒരു ബോധത്തിനെയാണ് നമുക്ക് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ കണ്ണ് കെട്ടി വിട്ടാലും നമുക്ക് കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മളെ ബോഡി ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രെയിന്. അപ്പോൾ ആ ഒരു ഫീഡിങ്ങിനെയാണ് ആ ഒരു ഫീഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോപ്രിയോസെപ്റ്റേഴ്സ്. ഓക്കെ, ഇനി എക്സ്റ്റീരിയോസെപ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എക്സ്റ്റീരിയോസെപ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ
നമ്മുടെ സ്കിന്നിൻ്റെ ഇവിടെയുണ്ട്, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത്. ഓക്കെ, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് എന്തൊക്കെ രീതിയിലുള്ള നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഓക്കെ ബിനീത്ത് ദ സ്കിൻ, നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് അണ്ടറിൽ വരുന്ന റിസപ്റ്റേഴ്സാണിത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടച്ച് ഫീല്, സെൻസ്, അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ തൊടുമ്പോൾ അത് ചൂടാണ്, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തൊടുമ്പോൾ തണുപ്പാണ് എന്നുള്ള ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ബ്രെയിനിലോട്ട് മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? എക്സ്റ്റീരിയോസെപ്റ്റേഴ്സ് ആണ്. ഇനി ഇൻറ്റീരിയോസെപ്റ്റേഴ്സ്, ഈ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? എക്സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റേണൽ. ഓക്കെ, സ്കിന്നിൽ വരുന്ന ഫീലൊക്കെ കണ്ടുപിടിക്കുന്നതാണ് എക്സ്റ്റീരിയോസെപ്റ്റേഴ്സ്. അപ്പോൾ ഇൻറ്റീരിയോസെപ്റ്റേഴ്സ് എന്തായിരിക്കും? ഇൻറ്റേർണലി നമ്മളെ ഓർഗൻസ്. ഓക്കെ, ഇൻറ്റേർണൽ ഓർഗൻസിലുണ്ടാകുന്ന പെയിൻ, അതുപോലെ ചേഞ്ച്, നമ്മുടെ വിശപ്പ്, ദാഹം, തലകറക്കം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇൻറ്റീരിയോസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ്. നമ്മുടെ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലുള്ള 3 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഇതെല്ലാമാണ്. ഇനി നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പാരാസിമ്പത്തറ്റിക് ഉണ്ട്, സിമ്പത്തറ്റിക്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ആദ്യമേ പറയാനാണെങ്കിൽ നമ്മുടെ ഒരു എന്താണ് സിമ്പത്തറ്റിക്കിൻ്റെ ഇത് പറയാനാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതെല്ലാം ഒരു സഡൻ കാര്യങ്ങളായിരിക്കും. നമ്മൾ ഒന്നീ എന്ത് ചെയ്യണം? അതാണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നീ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഓക്കെ, പെട്ടെന്നുള്ള സഡൻ റെസ്പോൺസ്, അതാണ് ഈ സിമ്പത്തറ്റിക്കിൽ പറയുന്നത്. പെട്ടെന്നൊരു സിറ്റുവേഷൻ, ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടായ ബോഡിയുടെ ആ സഡൻ റെസ്പോൺസിനെയാണ് സിമ്പത്തറ്റിക്കിൻ്റെ അണ്ടറിൽ പറയുന്നത്. ഓക്കെ, CNS നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡിയിലോട്ട് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പോൾ അതിൽ സിമ്പത്തറ്റിക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സഡൻ ആയിട്ടുള്ള ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ബോഡിയുടെ ഉള്ള ആ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ മെസ്സേജ് ഫസ്റ്റ് എന്തായിരിക്കും? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നമ്മൾ ഒന്നീ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എതിർക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം. പിന്നെ എന്താണ്? അതിന് ഒരുപാട് എനർജി ആവശ്യമാണ്. വെച്ചാൽ നമ്മുടെ ഫൈറ്റ് ആയാലും ഫ്ലൈറ്റ് ആയാലും ഈ 2 കാര്യത്തിന് നമ്മുടെ മസിൽസിന് ഒരുപാട് എനർജിയുടെ ആവശ്യമാണ്. ഈ സമയത്ത് എന്ത് ചേഞ്ച് ഉണ്ടാവും? നമ്മുടെ BP ഇൻക്രീസ് ആവും. ഓക്കെ, ഈ സമയത്ത് എന്തായാലും BP ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവും, ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്ലോ ഡൗൺ. ആ സമയത്ത് ഒരു ഡൈജഷൻ പ്രോസസ്സ് ഒന്നും സംഭവിക്കത്തില്ല. വെച്ചാൽ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചേഞ്ച് ആവും, BP ഇൻക്രീസ് ആവും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി പാരാസിമ്പത്തറ്റിക്കൽ പറഞ്ഞു വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പം വരാം, ചിലപ്പം വരാതിരിക്കാം, ഒരു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് നേരിടാനുള്ള എനർജി സേവ് ചെയ്ത് വെക്കുക. അതുപോലെ ഈ സമയത്ത് ഡൈജഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുക, അതുപോലെ BP നോർമലായിരിക്കുക, ഹാർട്ട് റേറ്റ് നോർമലായിരിക്കുക, അതുപോലെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ ഈ ഒരു സമയത്താണ് നടക്കുന്നത്. അതിനെയാണ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈ സിഗ്നൽസ് മസിൽ ടു കോൺട്രാക്ട് ഓർ റിലാക്സ്. ഓക്കെ, ഈ ഒരു മെസ്സേജാണ് ഈ CNS നിന്ന് ബോഡിയിലോട്ട് കൊടുക്കുന്ന, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജിൽ നമ്മുടെ മസിൽസ് എന്ത് ചെയ്യും? സിമ്പത്തറ്റിക് ടൈമിൽ എന്ത് ചെയ്യും? മസിൽസ് കോൺട്രാക്ട് ചെയ്തിരിക്കും. വെച്ചാൽ അപ്പോൾ നമ്മൾ സബ് മാക്സിമലായിട്ട് ആ മസിൽസ് എല്ലാം പ്രവർത്തിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് CNS ബോഡിയിൽ ഇൻഫർമേഷൻ കൊടുക്കും. സിമ്പത്തറ്റിക് ആണെങ്കിൽ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്തിരിക്കാനും, പാരാസിമ്പത്തറ്റിക് ടൈം ആണെങ്കിൽ മസിൽസ് എല്ലാം റിലാക്സ് ചെയ്തിരിക്കാനും. ഓക്കെ, നമ്മുടെ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറഞ്ഞാൽ അഡ്രിനാലിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെയുള്ള ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ടൈം, ഹാപ്പി, അതുപോലെ തന്നെ സാഡ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ടൈമിലൊക്കെ നമ്മുടെ ബോഡി അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസൈസ് ടൈമിൽ ഉള്ള റെസ്പോൺസ് എന്തൊക്കെയാണ്? നമ്മുടെ ഷോർട്ട് ടേമിൽ ഒരു ചേഞ്ചസ് ചെയ്യാൻ ഇതിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ
ഇൻറ്റൻസിലി മസിൽ റിലാക്സ്, പിന്നെ ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ പ്യൂപ്പിൾ ഡൈലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തുള്ള ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും ഓവർ എക്സൈറ്റ്മെൻറ്റ് സാഡൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ അകത്തുള്ള പ്യൂപ്പിൾ നോക്കിയാൽ മതി, അത് ഡൈലേറ്റ് ആവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സ്കെലിറ്റൽ മസിൽസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്ത് സബ് മാക്സിമലി പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പോൾ ആ മസിൽസിന് എന്താവശ്യമാണ്? കൂടുതൽ എനർജി ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ അവിടെ ഇൻക്രീസ് ആവുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ആവും, ബ്ലഡ് പ്രഷർ ഇൻ ആർട്ടറീസ് ഇൻക്രീസസ്. ഓക്കെ, നമ്മളെ ബോഡി ആർട്ടറീസിലുള്ള ബ്ലഡ് പ്രഷറും ഇൻക്രീസ് ആവും. എന്നുവെച്ചാൽ ഈ സമയം നമ്മുടെ അഡ്രിനാലിൻ റഷ് കൂടുതലാണ്, ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് ടൈമാണ്. ഓക്കെ, ബോഡി നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളതാണ്. ബോഡിയുടെ ആ ഒരു നോർമൽ സ്റ്റേജിൽ നിന്ന് മാറി ചേഞ്ചായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് നമ്മുടെ എനർജി പാത്വേസ്. എനർജി പാത്വേസിന് പറയുന്നത് നമുക്ക് ഈ ഫുഡ് കോമ്പോസിഷനെ കുറിച്ച് പറഞ്ഞു തരാം. ഫുഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. എന്താണ് ഫുഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ മാക്രോ ന്യൂട്രീഷനെ തന്നെയാണ് ഈ ഫുഡ് കോമ്പോസിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മാക്രോ ന്യൂട്രീഷനിൽ എന്തൊക്കെ പഠിച്ചു? മാക്രോ ന്യൂട്രീഷനിൽ എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ടെന്ന് പഠിച്ചു? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്. ഓക്കെ, മാക്രോ ന്യൂട്രീഷനിൽ പഠിച്ച ഓർമ്മയുണ്ടോ? മാക്രോ ന്യൂട്രീഷനിൽ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് എന്തൊക്കെയാണ് പഠിച്ച? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻ. ഈ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു തന്നു? ഗ്ലൂക്കോസായിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഫാറ്റ് എന്തായിട്ട് ചേഞ്ച് ആവും? ഫാറ്റി ആസിഡായിട്ടും ഗ്ലിസറോളുമായിട്ട് ചേഞ്ച് ആവും. പ്രോട്ടീൻസ് എന്തായിട്ട് ചേഞ്ച് ആവും? പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, അതിനാണ് ഈ ഫുഡ് കോമ്പോസിഷനിൽ പറയുന്നത്. നമ്മുടെ ഈ എനർജി പാത്വേസ്, എന്താണ് ഈ എനർജി പാത്വേസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡി ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള സിറ്റുവേഷൻസിലും, അതുപോലെ നമ്മുടെ നോർമൽ ഫങ്ഷൻ ആയാലും അതുപോലെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ടൈമിലായാലും ബോഡി യൂസ് ചെയ്യുന്ന എനർജി ടൈപ്സ് ഓരോന്നും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജി എന്നാണ്? ടൈപ്സ് ഓഫ് എനർജി. ഓക്കെ, ചോയ്സ് ഓഫ് എനർജി പാത്വേസ് ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ബീയിങ് പെർഫോംഡ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അടിസ്ഥാനമാക്കിയിരിക്കും ഏത് രീതിയിലുള്ള എനർജിയാണ് ബോഡി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ 3 ടൈപ്സാണ് ഈ പറയുന്നത്. ATP CP എന്ന് പറഞ്ഞാൽ, ATP എന്നുള്ളത് ഇനി പറഞ്ഞു തരും. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ATP അല്ലെങ്കിൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സെല്ലുലാർ ലെവലിൽ ബോഡി ഈ സെല്ലിൻ്റെ ഇൻസൈഡായിട്ട് എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, ATP ഈസ് ദി എനർജി കറൻസി യൂസ്ഡ് ബൈ ദി സെൽസ് ടു പെർഫോം സെല്ലുലാർ ഫങ്ഷൻ. നമ്മുടെ മെറ്റീരിയലിൽ ഏറ്റവും സ്മോളസ്റ്റ് എന്താണെന്ന് പറയും? ആറ്റം എന്ന് പറയും. അതുപോലെ തന്നെ എനർജി ഉണ്ടാക്കുന്നതിൽ സെല്ലുലാർ ലെവലിൽ ഏറ്റവും സ്മോളസ്റ്റ് ലെവലിൽ എനർജി ഫോം ആവുന്നത് സെല്ലുലാർ ഫങ്ഷൻ. ഓക്കെ, സെല്ലിനായിട്ടുള്ള ഫങ്ഷൻസിനും കാര്യത്തിനും എല്ലാം ഏറ്റവും സെല്ലുലാർ ലെവലിൽ ഏറ്റവും സ്മോളസ്റ്റ് ലെവലിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് എനർജി, ആ ഒരു എനർജി ഇതിനെയാണ് എന്ത് പറയുന്നത്? ATP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, ഈ എല്ലാ മസിൽ സെൽസിനും മസിൽ കോൺട്രാക്ഷൻ അല്ലേ, എല്ലാ മസിലിനും അല്ലെങ്കിൽ മസിൽ വർക്ക് ആവാനും ആ മസിലിന് എന്ത് ചെയ്യാൻ പ്രവർത്തിക്കാൻ വേണ്ടി എന്താവശ്യമാണ്? ATP ആവശ്യമാണ്. ATP produced will be used immediately or stored for further use. ഓക്കെ, ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സമയം തന്നെ എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യും, മസിൽ ഫങ്ഷൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? പിന്നെയുള്ള എനർജി ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് പറയാം. ATP അനേറോബിക്കലിയും പ്രൊഡ്യൂസ് ചെയ്യും, എയറോബിക്കലിയും പ്രൊഡ്യൂസ് ചെയ്യും. അനേറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ സഹായത്തോടല്ലാതെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? അനേറോബിക് ATP പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എയറോബിക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എയറോബിക്കലി ഓക്സിജൻ്റെ സഹായത്തോടെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? എയറോബിക്കലി ഉള്ള ATPയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ATP CP എന്താണെന്ന് ചോദിച്ചാൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്, ക്രിയേറ്റീൻ ഫോസ്ഫേറ്റ്. ഓക്കെ, ഈ CPയുടെ ഇത് ക്രിയേറ്റീൻ
ഫോസ്ഫേറ്റ്. ഓക്കെ, ഈ ക്രിയേറ്റീൻ ഫോസ്ഫേറ്റിനെയാണ് എന്ത് പറയുന്നത്? CP എന്നതിൽ കാണിച്ചിട്ടുള്ളത്. ക്രിയേറ്റീൻ ഫോസ്ഫേറ്റ്. ഈ ക്രിയേറ്റീൻ ഫോസ്ഫേറ്റിനെയാണ് ഇതിൽ CP എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ATP CP എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാത്വേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹൈ ഇൻറ്റൻസിറ്റി സബ് മാക്സിമം എന്ന് പറഞ്ഞാലോ വെച്ചാൽ ഒരാളുടെ ഫുൾ മാക്സിമം എഫോർട്ട്, ഒരാളുടെ മാക്സിമം എഫോർട്ടിലുള്ള ഇൻറ്റൻസിറ്റി വെരി ഹൈലി, ഏറ്റവും ഹൈലി ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും ബോഡി കൊടുക്കുന്ന ഒരു എനർജി, ആ ടൈപ്പ് ഓഫ് എനർജിയാണ് ATP CP എന്ന് പറയുന്നത്. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, അതിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 സെക്കൻഡ്, അത്ര ടൈം മാത്രമേ ആ ഒരു എനർജി പാത്വേ നിൽക്കത്തുള്ളൂ. എന്നുവെച്ചാൽ അത്രത്തോളം ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള, നമ്മുടെ ഈ വണ്ടർ മാക്സ് എന്നൊക്കെ പറയത്തില്ലേ, ഈ ഡെഡ് ലിഫ്റ്റ്, അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് ഈ സ്ട്രോങ്ങസ്റ്റ് ഏറ്റവും ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റി, സ്പ്രിൻറ്റിങ്, ഹൈ സ്പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് എന്തോന്ന് ATP CP എന്ന് പറയുന്നത്. ഇനി അതിന് സബ്ബായിട്ട് നമ്മുടെ ഈ വെയ്റ്റ് ട്രെയിനിങ്, നമ്മുടെ ഈ സാധാ നോർമൽ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് എത്ര സമയം നീണ്ടു നിൽക്കും? നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ഓരോ സെറ്റായിട്ടാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു 10 റെപ്പ് അല്ലെങ്കിൽ 12 റെപ്പ്, അങ്ങനെ നമ്മുടെ റെപ്പ് റേഞ്ച് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അനേറോബിക് ഗ്ലൈക്കോലിസിസ്, ആ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ടൈപ്പാണ് അനേറോബിക് ഗ്ലൈക്കോലിസിസ്. അത് നമ്മുടെ ATP CPയെക്കാളും കുറച്ചുകൂടെ കൂടുതൽ നേരം നീണ്ടു നിൽക്കും. 1 മിനിറ്റ് അല്ല, ഒരു 30 സെക്കൻഡ് ആ ഒരു റേഞ്ച് വരെയൊക്കെ കൂടുതൽ നിൽക്കും. 30 സെക്കൻഡ്, ഒരു 1 മിനിറ്റ് അടുപ്പിച്ചൊക്കെ അത് നീണ്ടു നിൽക്കും. ആ ടൈം ഉപയോഗിക്കുന്ന എനർജി പാത്വേ ആണ് അനേറോബിക് ഗ്ലൈക്കോലിസിസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എനർജി ടൈപ്പാണ് എയറോബിക് എന്ന് പറയുന്നത്. ഓക്കെ, എയറോബിക്കിൽ വരുന്നതാണ് ഈ ജോഗിങ്, അതുപോലെ വാമപ്പ് എന്ന് വെച്ചാൽ ലോ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ട്രെയിനിങ് ടൈമിൽ നമ്മളെ ബോഡി യൂസ് ചെയ്യുന്നത് എനർജി ടൈപ്പാണ് എന്തോന്ന്? എയറോബിക് എനർജി ടൈപ്പ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ എനർജി പാത്വേസിനെ എന്ത് ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇത് ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ 3ൻ്റെ കാര്യങ്ങൾ, മീനിങ്ങും അതെന്താണ് എന്നുള്ള ഡെഫിനിഷൻ, ഓക്കെ, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എനർജി പാത്വേസിനെ 3ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ATP എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്വേ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എയറോബിക്കും അനേറോബിക്കിനും ഡിഫറൻസ്. ഓക്കെ, നമ്മുടെ എയറോബിക്കിൻ്റെയും അനേറോബിക്കിൻ്റെയും ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങളുടെ ചോദിച്ച് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ എന്താണ്? എയറോബിക്ക് സ്ലോ അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ടൈപ്പാണ് എയറോബിക്ക്. അനേറോബിക് എന്താണ്? ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള, നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് ഈ സ്ലോ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹാർട്ട് റേറ്റിൻ്റെ ആ ഒരു റേറ്റ് സ്ലോ ആയിരിക്കും എയറോബിക്കിൽ, അനേറോബിക്കിൽ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡെലിവറി, സ്ലോ റേറ്റ് ഓഫ് ഓക്സിജൻ ഡെലിവറി, മറ്റൊരു CP സപ്ലൈ ഇൻ സ്മോൾ ലിമിറ്റ്, ദി ലിമിറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറോബിക്കിൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെച്ചാൽ ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ്റെ പ്രസൻസോടെയാണ് എന്ത് ചെയ്യുന്നത്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അനേറോബിക്കിലാണെങ്കിലോ ഓക്സിജൻ്റെ സഹായത്തോടെ അല്ല ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലോങ് റണ്ണിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതാണ് ഈ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. എയറോബിക് എന്താണ്? ലോങ് ഡ്യൂറേഷൻ എൻഡ്യൂറൻസ് ആക്ടിവിറ്റി ലാസ്റ്റിംഗ് ലോങ്ങർ ദാൻ 3 മിനിറ്റ്സ്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൽ കൂടുതലാണ് നമ്മളൊരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അത് എയറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, 3 മിനിറ്റിൽ കുറവാണ് നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റി വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അനേറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇനി 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് = 36 മോളിക്യൂൾസ് ATP. എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് അതുപോലെ 1 മോളിക്യൂൾ ഫാറ്റി ആസിഡ് 147 മോളിക്യൂൾ ATP എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതിൻ്റെ ഇത് കൂടുതലാണ്, ഇതിവിടെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നമ്മുടെ ഓക്സിജൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത് കൊണ്ട് നമുക്കെന്ത് ടൈം കൂടുതലുണ്ട്. ഓക്കെ, മറ്റേ അവിടെയാണെങ്കിൽ എന്ത് ഓക്സിജൻ്റെ സഹായത്തോടെ അല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ എന്താണ്? അതിൻ്റെ ഒരു ഡ്യൂറേഷനും ടൈമും കുറവാണ്, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എയറോബിക് ഇതിൻ്റെ
ആ ഒരു പ്രൊഡക്ഷൻ്റെ ലൊക്കേഷൻ പറയുന്നത് മൈറ്റോകോൺട്രിയയുടെ അകത്താണ് എയറോബിക് ടൈപ്പ് ഓഫ് IATPയുടെ പ്രൊഡക്ഷൻ്റെ സൈറ്റ് പറയുന്നത്. നമ്മുടെ അനേറോബിക്കിൻ്റെ പ്രൊഡക്ഷൻ സൈറ്റ് പറയുന്നത് എന്താണ്? സൈറ്റോസോളിൻ്റെ അകത്താണ് അനേറോബിക് ടൈപ്പ് ഓഫ് എനർജിയുടെ ആ ഒരു ATPയുടെ പ്രൊഡക്ഷൻ സൈറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഫിസിയോളജിയുടെ മോഡ്യൂള്. ഇത് ഫുള്ള് നോക്കിയിട്ട് നിങ്ങളുടെ PDF ആദ്യം നിങ്ങൾ ഒന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഗോ ത്രൂ ഒന്ന് നോക്കി പോകണം. എന്നിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത് രണ്ടും കൂടെ നിങ്ങൾ നോക്കി ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.